ഞാൻ നാട്ടിലോട്ട് എത്തുമ്പോൾ തന്നെ എൻ്റെ അച്ഛന് നല്ല ശക്തമായിട്ടുള്ള ചുമയുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ചുമയുണ്ട്. അവിടെ അടുത്തുള്ളൊരു ലാബിൽ തന്നെ കാണിച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പോ അന്നും മറ്റുമാണ് തോന്നുന്നു, കയ്യിൽ ലൈക്ക് ഡെയിലി രാവിലെ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ടൊരു സാധനം കുത്തിയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ കയ്യിൽ നരമ്പ് വഴി എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് മെഡിസിൻ എന്താണെന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ കൂടെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ലീവൊക്കെ കിട്ടിയതാണല്ലോ. ഈ ചുമയാണെങ്കിൽ ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ വന്നു. ബട്ട് ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തന്നു, കാർഡിയോനൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പെരിന്തൽമണ്ണ, ഞങ്ങളുടെ അവിടെ നിന്ന്, എൻ്റെ നാട് ചെർപ്പുളശ്ശേരിയാണ്, അവിടെ നിന്ന് അടുത്ത് എനിക്ക് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ അവിടെയുള്ള അൽഷിഫ EMSൽ വിളിച്ചു. അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ 12-ാം തീയതി ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത് 13-ാം തീയതിക്ക് അൽഷിഫ ഹോസ്പിറ്റലിൽ ഞാൻ ബുക്ക് ചെയ്തു കാർഡിയോ ഡോക്ടറെ. അങ്ങനെ വലിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും അച്ഛനും കൂടെ വണ്ടി എടുത്ത്, അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ ഇനീഷ്യലി അവർ കുറച്ച് ബേസിക്കായി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവർ ഫസ്റ്റ് കുറച്ച് ടെസ്റ്റുകൾ, എനിക്ക് കൃത്യമായിട്ട് ടെസ്റ്റുകൾ ഏതാ എടുത്തതെന്ന് ഇപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഫസ്റ്റ് കുറച്ച് ഇതൊക്കെ എടുത്തു. അപ്പം തന്നെ അവരെന്നെ വിളിച്ചിട്ട്, ഡോക്ടർക്ക് ഒന്നാമത് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഇംഗ്ലീഷൊന്നും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ആദ്യം അച്ഛനൊന്ന് മാറ്റി നിർത്തിയിട്ട് തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സാധ്യതയുണ്ട്, ബ്ലോക്കുള്ളൊരു സാധ്യതയുണ്ട്, നമുക്കൊരു ടെസ്റ്റും കൂടെ എടുത്താൽ മാത്രമാണ് എത്ര പെർസെൻറ്റേജാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ്, എത്രത്തോളമാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എന്നോടൊരു ഔട്ട്ലൈൻ, അതായത് അത്ര പ്രശ്നമില്ലാത്ത രീതിയിൽ എനിക്കൊരു ഔട്ട്ലൈൻ തന്നു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ഇതായി. എന്നാലും നമുക്ക് ആ റിസൾട്ട് വരുമ്പോൾ നോക്കാം എന്നുള്ളൊരു സാധനം പറഞ്ഞു. അതിന് ശേഷം അപ്പോൾ ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ പിന്നീട് മുന്നോട്ടുണ്ടായിരുന്ന ഒരു 5 ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ മുൻപിൽ മുഴുവനായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഞാൻ എന്താ പറയുക, പല നുണകൾ പറഞ്ഞു, ഒരുപാട് സത്യങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചു. 5 ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ മാത്രമല്ല, ഞാൻ എല്ലാവരുടെ മുന്നിലും അഭിനയിക്കുക തന്നെയായിരുന്നു.